യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജൂബിലി ഡിവൈൻ ധ്യാന കേന്ദ്രം പുതുപ്പാടി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ജൂബിലാത്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. പ്രിയപ്പെട്ട സഹോദരരെ, ഇവിടെ യേശുവിനെക്കുറിച്ച് ആണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ യേശുവിനെ അവതരിപ്പിച്ചത് വചനം എന്നാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ യേശുവിനെക്കുറിച്ച് പറയുന്നത്. ഇത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിലും വിശുദ്ധ യോഹന്നാൻ പറയുക. വിശുദ്ധ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യേശുവിനെ അവതരിപ്പിക്കുകയാണ്: അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. ഈ രണ്ട് പുസ്തകങ്ങൾ യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷവും യോഹന്നാൻ എഴുതിയ വെളിപാടും. ഈ രണ്ട് പുസ്തകത്തിലും യോഹന്നാന് യേശുവിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമാണ്: അവനാണ് ദൈവവചനം എന്നുള്ളത്. അപ്പോൾ ദൈവവചനം എന്നാണ് അപരമായ നാമം ഉള്ള ആളാണ് യേശു. യേശു ദൈവവചനമാണ്. ഇപ്പോൾ ദൈവവചനം ഈ ലോകത്തിൽ എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം യേശുവാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. ആ 73 പുസ്തകവും ദൈവവചനമാണ്. ഈ 73 പുസ്തകത്തിലെ 46 പുസ്തകങ്ങൾ പഴയ നിയമ ഗ്രന്ഥങ്ങളെന്നും 27 പുസ്തകങ്ങൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ അത് എല്ലാം കൂടെ ചേർത്താൽ അതിന് നമുക്ക് ഒരുമിച്ച് പറയാവുന്നൊരു കാര്യം ഇതാണ്: യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങളാണ് ഈ പഴയ നിയമ പുസ്തകങ്ങൾ, 46 പുസ്തകങ്ങൾ. മറ്റു വാക്കിൽ പറഞ്ഞാൽ, യേശുവിനെപ്പറ്റി നൽകിയിരിക്കുന്ന പ്രവചന വചനങ്ങളാണ് ഈ 46 പുസ്തകങ്ങൾ, പ്രവചന വചനങ്ങൾ. 27 പുതിയ നിയമ പുസ്തകങ്ങളുണ്ട്. ആ 27 പുതിയ നിയമ പുസ്തകങ്ങൾ എന്താണ്? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ വചനങ്ങളാണ്. വെളിപ്പെടുത്തലിൻ്റെ വചനങ്ങളാണ്. അങ്ങനെ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആ വലിയ സംഭവത്തെക്കുറിച്ച്, യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആ വലിയ ആ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് ഉള്ള വചനമാണ് ഈ ബൈബിള് മുഴുവനും രേഖപ്പെടുത്തി വച്ചിരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ വചനം എന്ന് പേരിട്ടിരിക്കുക. ഈ വചനം എന്താണെന്നാണ് ബൈബിള് തന്നെ പറയുക. ഈ വചനത്തെക്കുറിച്ച് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. വളരെ സുപരിചിതമായ വചനം, 12-ാം വചനം. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇപ്പം ദൈവത്തിൻ്റെ വചനം വലിയ ശക്തിയുള്ള ഒരായുധമാണ്. ആ ആയുധം മറ്റൊന്നുമല്ല, യേശുക്രിസ്തു തന്നെയാണ്. ഇതിനേക്കാൾ ശക്തിയേറിയ ഒരു ആയുധമോ ഇതിനേക്കാൾ ശക്തിയേറിയ മറ്റൊരു യാഥാർത്ഥ്യമോ ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും
ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണെന്ന് ദൈവവചനത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് ഹെബ്രായ ലേഖനം രേഖപ്പെടുത്താൻ കാരണം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ യെശയ്യാ പ്രവാചകനും തൻ്റെ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് 55-ാമത്തെ അധ്യായം 10-11 തിരുവചനങ്ങളിലാണ്. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നോക്കുക, വചനത്തിൻ്റെ അത്ഭുതകരമായ ക്രിയാത്മക ശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനം വെളിപ്പെടുത്തിയിരിക്കുക. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വന്നാൽ ആ മഴയും മഞ്ഞും മേലോട്ട് പെയ്യണത് നമ്മളാരും കണ്ടിട്ടില്ല. അത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയെ നനപ്പിച്ച് സസ്യങ്ങളെ മുളപ്പിച്ച് ഫലമുണ്ടാക്കുന്നു. അതുപോലെ ഫലരഹിതം ആയി ഒന്നും ഉണ്ടാക്കിയല്ല. ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ചിടത്തോളം ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അത് ഫലരഹിതമായിട്ട് ശൂന്യമായിട്ട് പോകുകയില്ല. ദൈവത്തിൻ്റെ വചനം ഫലം നൽകുന്നതാണ്. അത് നിശ്ചയമായിട്ടും ഫലമുളവാക്കും. അതിൻ്റെ ഫലം നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കും, നാശത്തിലേക്ക് നയിക്കുന്നതല്ല. ക്രിയാത്മകമായിരിക്കും, അത് ഫലം നൽകുന്നതായിരിക്കും. അങ്ങനെ ഉള്ള വചനമാണ് യേശുക്രിസ്തു എന്ന് വിശുദ്ധ യോഹന്നാൻ നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ യേശു ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുമ്പം ഈ വചനം നമ്മളെല്ലാം ഭക്ഷിക്കണം, പാനം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വചനം, ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 4-ാം വചനത്തിൽ യേശു തന്നെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് യേശു ചെയ്ത പ്രവൃത്തികളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവവചനം കൊടുക്കലായിരുന്നു യേശു ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി. അദ്ദേഹം മറ്റൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. അവൻ പ്രവർത്തിച്ച ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി വചനം പറയുക, വചനം പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു. അതുവഴിയായിട്ട് ആ വചനം ഭക്ഷിച്ചവർ എല്ലാവരും ജീവൻ പ്രാപിച്ചു, എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് യേശു പറയുമ്പം അതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പഴയ നിയമ പശ്ചാത്തലം എസെക്കിയേൽ പ്രവാചകൻ്റെ 37-ാം അധ്യായത്തിൽ ഉള്ള കാര്യമാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല. ദൈവം പ്രവാചകനെ ഒരു അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് ദൈവം അവിടെ നിർത്തിയിട്ട് അവനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ ആവുമോ? പ്രവാചകൻ പറഞ്ഞു, എല്ലാം നിനക്കറിയാമല്ലോ. അപ്പോൾ ദൈവമായ കർത്താവ് അവനോട് പറയുന്നു, നീ അവയോട് പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ഇവൻ അപ്രകാരം അവരോട് ദൈവത്തിൻ്റെ വചനം പറയാൻ തുടങ്ങി. വചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവയുടെ മേൽ പ്രാണൻ നിവേശിച്ചു, അവയിൽ മാംസം വച്ച് പിടിപ്പിക്കപ്പെട്ടു, അവയിൽ നാഡികളും ഞരമ്പുകളും വച്ച് പിടിപ്പിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും വചനം പറയുമ്പോൾ 4 ദിക്കുകളിൽ നിന്നും വായു സമൂഹം വന്ന്
അവയുടെ മേൽ പ്രവേശിച്ച് അവന് ജീവനും പ്രദാനം ചെയ്തു. ഇവിടെ ഒരു സത്യം വിശുദ്ധ യോഹന്നാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ജീവൻ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം ഇങ്ങനെ പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ശുശ്രൂഷ അവൻ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അവനെ ഒരുക്കിയത് എങ്ങനെയാണ് അതുകൂടെ നമ്മൾ കാണേണ്ടതാണ്. അത് 3-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുക. 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ദൈവം പ്രവാചകനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ മുമ്പിൽ ഒരു വലിയ ചുരുള്, വചനം എഴുതിയ ചുരുള് കൊണ്ടുവന്നിട്ട് അവനോട് പറയുകയാണ്, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. അവനത് ഭക്ഷിച്ചു. അതവൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. അപ്പോൾ ഒരു പ്രവാചകനെ പ്രവാചകനാക്കിയത് എന്താണ്? വചനം ഭക്ഷിച്ചാണ് അവൻ പ്രവാചകനായി പ്രവചിക്കാൻ തുടങ്ങിയത്. കണ്ടോ, ഇവിടെ മുഴുവൻ കാര്യങ്ങളും വചനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ വചനം എന്താണെന്ന് ബൈബിളിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പം വെളിപ്പെടുത്തുകയാണ്. ആ വചനം യേശുക്രിസ്തു തന്നെയാണ്. വചനം എന്ന് പറഞ്ഞാൽ യേശുവാണ്. നീ വചനം കേൾക്കുമ്പോൾ നീ ആരെയാണ് ഭക്ഷിക്കുക? യേശുവിനെയാണ് ഭക്ഷിക്കുക. യേശുവിനെ തന്നെയാണ് നീ ഭക്ഷിക്കുക. യേശുവിനെ നീ ഭക്ഷിക്കുന്നത് കൊണ്ട് നിനക്ക് ജീവനുണ്ടാകും. വരണ്ട അസ്ഥികൾക്ക് ജീവൻ ലഭിച്ച പോലെ നിനക്ക് ജീവൻ ലഭിക്കും. പ്രവാചകൻ വചനം ഭക്ഷിച്ചപ്പോൾ വചനം പറയാൻ അവൻ യോഗ്യനായതുപോലെ നീയും യോഗ്യനാകും. നിൻ്റെ ജീവൻ വർദ്ധിക്കും. അപ്പം നമ്മിൽ ജീവനുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനം ഭക്ഷിക്കുകയാണ്. യേശുവിനെ ഭക്ഷിക്കുകയാണ്. യേശുവിനെ ഭക്ഷിക്കുന്നവൻ ജീവനുള്ളവനാകും. അവൻ ജീവൻ പ്രഘോഷിക്കും, വചനം പ്രഘോഷിക്കും. വരേണമേ രക്ഷകാ, വരേണമേ പാലകാ, വിമോചകാ, സ്നേഹമാ, വരേണമേ യേശുവേ, വരേണമേ രക്ഷകാ, വരേണമേ പാലകാ, വിമോചകാ, സ്നേഹമായി വരേണമേ യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവില് സ്നേഹമുള്ള സഹോദരരെയും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ തകർച്ചയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോവുക എന്നത്. നാം ക്ഷമിക്കാതിരിക്കുമ്പോഴെല്ലാം നമുക്ക് എതിരായി ഒരു വലിയ തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവർക്കോ ദുഃഖം തന്നവർക്കോ എതിരായി അവരെ ശപിക്കുകയോ അവരുടെ തിന്മയെ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 109, 17, 18, 19 തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെയാണ് നമ്മെ ഓർപ്പിക്കുക. ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു, ശാപങ്ങൾ അവൻ്റെ മേൽ നിപതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു, അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കനിഞ്ഞിറങ്ങട്ടെ. അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശപിക്കുകയും വെറുക്കുകയും മറ്റുള്ളവരുടെ തിന്മയെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകാതെ എത്ര വേദനകൾ സഹിക്കേണ്ടി വന്നാലും ആരെയും ഞാൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുകയില്ലെന്ന് തീരുമാനമെടുത്ത് നമ്മെ വേദനിപ്പിച്ച, ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാ നിമിഷങ്ങളെയും തിരുവോസ്തിരൂപനായ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കാനുള്ള കൃപ തരണേ. ക്ഷമിക്കാൻ കഴിയാത്ത നിമിഷങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാനുള്ള കൃപയായി, മറക്കാൻ കഴിയാത്ത എല്ലാ ദുഃഖങ്ങളും മായ്ച്ചു കളയുന്ന ഒരു സുഹൃതമായി അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ മാറട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാറ്റണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാറ്റണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. നീതി നിഷേധിക്കപ്പെട്ട ഓരോ നിമിഷങ്ങളിലും എത്രയധികമായി സഹിക്കേണ്ടി വന്നു. നീതി നിഷേധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ, അവർക്ക് ശത്രുക്കൾക്ക് നന്മയുണ്ടാക്കുവാൻ, അങ്ങനെ അവിടുത്തെ കുരിശിൽ എൻ്റെയും ജീവിതം ചേർത്ത് വയ്ക്കുവാൻ
കർത്താവേ, ഞങ്ങൾക്ക് കരുത്തും കൃപയുമായി ഈ ആരാധന മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, കടന്നു വരണമേ ഈശോയെ. നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിടുമ്പോ അന്നെന്നെ തകർക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതാ യേശുവിൻ മുൻപിൽ പൂർണ്ണമായി മാപ്പു നൽകുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാറ്റണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. കർത്താവിന്റെ പക്കലേക്ക് നമുക്ക് നോക്കാം. ക്ഷമിക്കാനാവാത്ത എല്ലാ നിമിഷങ്ങളെയും സമർപ്പിച്ച് കർത്താവിന്റെ കരുണയും കൃപയും ഈ ആശീർവാദത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് ശിരസ് നമിച്ച് എല്ലാ മനുഷ്യരെയും ഞാൻ ഇന്നു മുതൽ അനുഗ്രഹിക്കുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധനായവന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെന്ന് സഹായം. നീ മാത്രമെന്ന് സഹായം. നീ മാത്രമെന്ന് സഹായം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.